അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നല്ല മരണം വേണോ ചെറുപ്പക്കാരാ, നല്ല മരണം വേണോ ഉപ്പാ? വെള്ളിയാഴ്ച രാവിലെ എത്രയോ പേരുടെ ജനാസ കൊണ്ട് നീ പോയി കബറടക്കിയവനാണ്. പക്ഷേ നിനക്കതുപോലെയൊന്ന് പോകണ്ടേ? മയ്യത്ത് കണ്ടിട്ടിറങ്ങി വരുമ്പോ പറയും, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ, അവന്റെ മുഖത്തെ ചിരി കണ്ടോ? വല്ലവന്റെ ജനാസ കണ്ടിട്ട് വരുമ്പോ പറഞ്ഞാ പോരാ, നിനക്കും അതുപോലെയൊന്ന് പോകണ്ടേ വാപ്പാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നല്ല മരണം വേണോ പൊന്നുമോളെ? നല്ല മരണം വേണോ പൊന്നുമോള്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന് വഫാത്ത്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാ. അല്ലാഹുവേ, സഹാബത്ത് ഇങ്ങനെ ചെവി കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുമ്പോ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് ഇങ്ങനെ പിടിക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഏതെന്നറിയുമോ? 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ, 5 നേരത്തെ നിസ്കാരം നീ മറക്കല്ലേ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ ദിവസം 5 നേരം കൃത്യമായി നിസ്കരിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുകയോ. പടച്ചവര്, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലയുടെ ഭാഗത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നിൽക്കുമ്പോ അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ കടന്നു വരികയോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ രൂപം കണ്ടിട്ട് പേടിച്ച് വിറയ്ക്കുകയോ. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറഞ്ഞു പോയി, ശരീരം തളർന്നു പോയി. കാരണം കണ്ണിലൂടെ തീപന്തം പോലെ തീ ഇങ്ങനെ വരികയാണ്. പടച്ചവരെ, അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അസ്റായീൽ, നിനക്കൊന്ന് ചിരിച്ചുകൂടെ? അസ്റായീൽ, നിനക്കൊന്ന് നല്ല വസ്ത്രം ധരിച്ചുകൂടെ? അസ്റായീൽ, ഈ കിടക്കുന്നത് കാഫിറല്ലല്ലോ, ഈ കിടക്കുന്നത് ഒരു കാഫിറല്ലല്ലോ, ഒരു മുസ്ലിമാണല്ലോ അസ്റായീൽ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അസ്റായീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ചിരിക്കൂല നബിയേ, ഞാൻ നല്ല വസ്ത്രം ധരിക്കൂല നബിയേ, ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കാരണം എന്തേ അസ്റായീൽ ഇവനോട് കരുണ കാണിക്കാത്തതിന്റെ കാരണമെന്തോ? അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദിവസത്തെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തതാ. ഈ ദിവസത്തെ കുറിച്ച് ഇവനോട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തതോ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇന്നത്തെ ദിവസം 5 നേരം അസ്റായീൽ നിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്റെ മരണത്തിന്റെ സമയത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. കാണണോ ചെറുപ്പക്കാരാ? അസ്റായീൽ റൂഹ് പിടിക്കാൻ മാത്രമല്ലടാ വരുന്നത്. നിനക്ക് അസ്റായീലിനെ കാണണോ? ആർക്കെങ്കിലും അസ്റായീലിനെ കാണണോ? പൊന്നുമോനെ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകണോ? ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങി. അല്ലാഹുവേ, നാളെ രാവിലെ സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പള്ളിയുടെ വെളിയിലുള്ള പൈപ്പിൽ നിന്ന് ഉളുവെടുത്തിട്ട് പള്ളിയുടെ വാതിലുണ്ടല്ലോ വലത് കാലെടുത്ത് നാളെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് വലത് കാലെടുത്ത് പള്ളിയിൽ വെക്കുമ്പോ വലത് ഭാഗത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കുക.
ചിരിക്കുന്ന മുഖത്തോട് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന അതേ രൂപത്തില് അസ്റായിൽ പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അസ്റായിൽ പറയുന്നു, ചെറുപ്പക്കാരാ നിലനിർത്തണേ പൊന്നുമോര്, നിലനിർത്തണേ പൊന്നുമോര്. എങ്കിലും മരിക്കുന്ന സമയത്ത് എന്നെ നിനക്കിതുപോലെ കാണാമെന്ന് ഓരോ ദിവസവും കുല്ല യൗമിൻ 5 മറ 5 പ്രാവശ്യം അസ്റായിൽ പറയുകയോ. നിസ്കരിക്കാത്തവരോടും പറയുന്നുണ്ട്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നവളോട് പറയുന്നുണ്ട്, അവളുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, വെള്ളിയാഴ്ച രാവായിട്ട് പോലും മഗ്രിബ് നിസ്കരിക്കാതെ നീരുന്ന് അഹങ്കരിച്ചോ പൊന്നുമോള്. ഒരു ദിവസം ഞാൻ വരുമടി, അന്നെന്നെ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ നിനക്ക് ചാകേണ്ടി വരുമെന്ന് ഇന്ന് അസ്റായിൽ വന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോവുകയോ. അല്ലാഹുവിന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാ, ഇതുപോലെ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു നബിയേ, അനുസരിച്ചില്ല നബിയേ, അനുസരിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ച് കരഞ്ഞുകൊണ്ട് വീടിനകത്ത് നിന്നിറങ്ങുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ഭാഗത്ത് നിന്നിറങ്ങുകയാണ്. വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ അസ്റായീൽ, അസ്റായീലേ, ആരുടെയെങ്കിലും റൂഹ് പിടിക്കുന്ന സമയത്ത് നീ ഒന്ന് ചിരിക്കുമോ അസ്റായീൽ? നീ കരുണ കാണിക്കുമോ അസ്റായീൽ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ അസ്റായീലിന്റെ മുഖം പാടുകയാ, അസ്റായീലിന്റെ കണ്ണ് നിറയുകയാ. യാ റസൂലല്ലാഹ്, എനിക്കൊരു കൂട്ടുകാരനുണ്ട് നബിയേ, എന്റെ കൂട്ടുകാരന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇസ്രായേലിനൊരു കൂട്ടുകാരനുണ്ട്, അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികതി തയ്യിബീന യഖൂലൂന സലാമുൻ അലൈക്കും. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്ന് രാത്രിയാണ് നീ മരിക്കുന്നതെങ്കിൽ അസ്റായിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? വെള്ള വസ്ത്രം ധരിച്ചിട്ട് അതാ അസ്റായിൽ നിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്. സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ, സലാം പറഞ്ഞിട്ട് കടന്നു വരികയോ. പടച്ചവര് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. എന്റെ പ്രിയമുള്ള വാപ്പാ, ചെറുപ്പക്കാര് പള്ളിയിൽ പോകാത്ത കാലത്ത് വീട്ടിൽ കിടക്കുന്ന നിന്റെ മക്കള് പോലും പള്ളിയിൽ പോകാതിരിക്കുമ്പോ നിന്റെ ചാരത്തൊരു പുതപ്പിന്റെ കീഴിൽ കിടന്ന ഭാര്യ പോലും എഴുന്നേറ്റ് നിസ്കരിക്കാത്ത സമയത്ത് രോഗം പിടിച്ച നീ എഴുന്നേറ്റ് വേച്ച് വേച്ച് പടന്ന് പള്ളിയിൽ പോയി നിസ്കരിച്ചത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നു? അല്ല നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? അല്ല നിനക്ക് തരുന്ന പ്രതിഫലം അറിയുമോ? എന്റെ പ്രിയമുള്ള വാപ്പാ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്തേക്ക് ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ. ആ കിടക്കുന്ന മനുഷ്യന്റെ മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, ഉമ്മയുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടത് സൈഡിലേക്ക് കടന്നു വന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ വെള്ളം മുഴുവനും കുടിച്ചാലും ദാഹം തീരാത്ത സമയമല്ലോ. ആ സമയത്ത് വെള്ളം കൊണ്ടുവന്ന് ചുണ്ടിന്റെ ഭാഗത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് ശപിക്കപ്പെട്ടവന് പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയല്ലേ പൊന്നുമോര്. നിന്റെ വാപ്പയാ പറയുന്നത്, നിന്റെ ഉമ്മയാ പറയുന്നത്. ശപിക്കപ്പെട്ട ശൈത്താൻ നമ്മളെ ചതിക്കാൻ നോക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് അസ്റായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തേ പ്രതിഫലമെന്നറിയുമോ? നിസ്കരിച്ചവന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ സമയത്ത് വലത് ഭാഗത്ത് നിന്നുകൊണ്ട് അസ്റായിൽ എന്ന മലക്ക് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് പിടിക്കാൻ കൈയെടുക്കുന്നതിന് മുമ്പ് അവിടുന്ന് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്റായിൽ പറഞ്ഞു തരികയാ.
അസ്റായിൽ പറഞ്ഞു തരികയാ, റൂഹ് പിടിക്കുന്നതിന് മുമ്പ് വാപ്പാ നീ എവിടെ കിടന്ന് മരിക്കട്ടെ, നീ മരിക്കുമ്പോ നിന്റെ കൂടെ ആരില്ലെങ്കിലും നീ പേടിക്കണ്ട. നിന്റെ മക്കളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ ഭാര്യ പറഞ്ഞു തന്നില്ലെങ്കിൽ, നിന്റെ കൂടപ്പിറപ്പ് പറഞ്ഞു തന്നില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? അസ്റായിൽ പറഞ്ഞു തരും, പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ. ഇത് പറഞ്ഞാലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ഞാൻ ആരെന്നറിയുമോ? ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ കൂട്ടുകാരനാ. ഓരോ ദിവസവും 5 നേരം നിന്നെ കെട്ടിപ്പിടിച്ച കൂട്ടുകാരനാടടാ. പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അസ്റായിൽ പറഞ്ഞു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അസ്റായിൽ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. മരിക്കുന്ന സമയത്ത് നല്ല മരണം കിട്ടണമെങ്കിൽ 2. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ അസ്റായിൽ അലൈഹിസ്സലാം ഒരിക്കൽ ഇറങ്ങി വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അങ്ങയുടെ പേരിൽ ഒരു ദിവസം 10 പ്രാവശ്യം, ഒരു ദിവസം 10 പ്രാവശ്യം ആരെങ്കിലും മുടങ്ങാതെ അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ അവൻ അള്ളാഹു നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ 10 സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അസ്റായിൽ റൂഹ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 10 സ്വലാത്ത് അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 10 സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പറയൂലേ? ഇന്ന് മുതൽ പറയൂലേ? നിയ്യത്ത് ചെയ്യുന്നവര് കൈവെക്ക് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, വഅദ് രക്ഷപ്പെട്ട്, ഞാൻ രക്ഷപ്പെട്ട്, വഅദ് കൊണ്ട് നേട്ടം ഉണ്ടായി ഇൻഷാ അല്ലാഹ്. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3-ാമത്തെ കാര്യം, 4 കാര്യങ്ങളിൽ 3-ാമത്തെ കാര്യം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആരെങ്കിലും ഓതിയാൽ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യൻ അള്ളാഹു നല്ല മരണം കൊടുക്കും. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, ഇന്നത്തെ ദിവസം ഈ വയലിന് വരുന്നതിന് മുമ്പ് നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹു അല്ലെങ്കിലും ഓതിയവരെന്ന് കൈപൊക്കിക്ക്. അള്ളാഹു കാക്കട്ടെ, പറഞ്ഞോ അള്ളാഹു കാക്കട്ടെ. ഇരിക്കണ കസേര കൂടങ്ങ് പോയാലോ. കാരണം ഇന്ന അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനി. ഓതാ സമയമില്ല, തിരക്ക്, ഇത്രയ്ക്കും തിരക്ക്. അള്ളാഹു നിങ്ങളുടെ തിരക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ, അള്ളാഹു തിരക്കൊക്കെ മാറ്റി തരുമാറാകട്ടെ. മാറും വാപ്പ ഈ തിരക്കൊക്കെ. നിനക്ക് തന്നെ ഓവറാണെന്ന് തോന്നുന്നില്ലേ? ഒരു ഇന്നാഴത്തേനെ ഓതാൻ പോലും സമയമില്ലാത്ത നിന്റെ ഈ തിരക്ക്, അത് വല്ലാത്ത തിരക്കാ. പള്ളിക്കുഴി കൊണ്ടുവെക്കുമ്പോ അതങ്ങ് മാറും, പള്ളിക്കുഴി കൊണ്ടുവെക്കുമ്പോ ഈ തിരക്കൊക്കെ അങ്ങ് മാറും. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്ക. ഞാൻ ഉള്ളതങ്ങ് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട ആരിട്ടില്ല, എന്നെ അടിച്ച കുഴപ്പമില്ല, എനിക്കിപ്പോ മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പം മരിക്കണം, എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ലെന്ന്. മരണത്തിന്റെ പേടിക്കണേ, മരണത്തെ എന്തിനാ പേടിക്കണേ? അസ്റായിലിനെ കണ്ടാ ചോദി. ഇപ്പൊ ഞാൻ വഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വന്നാ ചോദിക്കുക, എന്തേ താമസിച്ചേ, എന്തേ താമസിച്ചേ? കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയാ, എന്തേ താമസിച്ചേ? അങ്ങനെ ചോദിക്കണമെന്ന അള്ളാഹു ചോദിക്കാൻ ഭാഗ്യം തരട്ടെ, അള്ളാഹു ചോദിക്കാൻ ഭാഗ്യം തരട്ടെ. ഇരിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എന്നെക്കാലം എത്ര വയസ്സുണ്ടാവും? ഇപ്പൊ എനിക്ക് 30 വയസ്സുണ്ട്, നിങ്ങൾക്ക് 56 വയസ്സ്, എന്നെക്കാലം 26 വയസ്സ് കൂടുതലാണ്. ഞാൻ ഇന്ന് മരിച്ചുപോയാ 15 കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി. ഞാൻ ഇന്ന് മരിച്ച 15 വർഷം ഞാൻ ചെയ്തത് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെട്ടു പോകും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക് മനുഷ്യ, ഇപ്പൊ എത്ര പറയണം ആലോചിച്ച്. എന്നെക്കാലി എത്ര കൊല്ലം. അള്ളാഹു അഅലം. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് കൊടുത്തനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തെ പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഉള്ള നേരത്തെ പോയി അത്രയും പറഞ്ഞിട്ട് അങ്ങ് പോകാം. ഇതൊക്കെ ഇങ്ങനെ നിന്നിട്ട് എന്ത് കിട്ടാനാ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെ പേടിക്കരുത്. മരണം അള്ളാഹു തന്റെ അടിമയ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമ്മാനം വാങ്ങുമ്പോൾ ആരെങ്കിലും കരയോ?
കിട്ടിയില്ലെന്നല്ലേ കരയത്തുള്ളൂ. എനിക്ക് കിട്ടിയില്ല എന്ന് ഓർത്തിട്ടേ കരയൂ. കിട്ടുമ്പോ എല്ലാവരും സന്തോഷവാ. അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാ വരണേന്ന് അറിയില്ല. വാപ്പ ഇങ്ങനെ നടക്കല്ലേ. കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല. ഉള്ളത് പറയണം. പറഞ്ഞില്ലെങ്കിൽ അല്ല എന്നെ വെറുതെ വിടൂല. ഉള്ളത് പറഞ്ഞില്ലെങ്കിൽ അല്ല വെറുതെ വിടൂല. കാരണം ഒരു ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരു ചരിത്രം കാണാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചിട്ട് പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചേക്കാൻ പറഞ്ഞു. ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പോകുമ്പോ ഒരു ചെറിയ പയ്യൻ ഇരുന്ന് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനൊരു പയ്യൻ ഇരുന്ന് ഫാത്തിഹ ഓതുന്നു, എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, നീ തിരിച്ചു വന്നേരം ഒന്നും ചെയ്യണ്ട. ആ പയ്യൻ ഫാത്തിഹ ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാരെ ശിക്ഷ മാറ്റി വെച്ച് വിട്ടേക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം മടങ്ങി വന്നു. പിന്നീട് ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു നാട് മുഴുവനും തലകീഴായിട്ട് മറിക്കാൻ പോയപ്പോ ഒരു ഉസ്താദ് ഇരുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കാം. എടാ, ഖുർആനിലെ ഫാത്തിഹ ഓതിയപ്പോ വെറുതെ വിട്ടാ പിന്നെ നിസ്കരിക്കുമ്പോ വെറുതെ വിടത്തില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവൻ ഒരു ഉസ്താദ് ഇരുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യണോന്ന്. അള്ളാഹു പറഞ്ഞു, ആദ്യം ആ ഉസ്താദിന്റെ കാരി വാരി അടി, പിന്നെ മറ്റുള്ളവരെ അടിച്ചാൽ മതി. ആദ്യം അവന് കൊടു, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. അതെന്താ പടച്ചവനെ? അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് തിരുത്തിയില്ല. ആദ്യം ഓന് കൊടുക്കാനാ പറഞ്ഞത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽപ്പെടാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ പറയുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം. അത് ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ 50 കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് ആ പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യന് കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും പറയാനുള്ള ഓർമ്മ അവനുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവെല്ലാം വേണോ? ഇനി വല്ലതും വേണോ? 1 50 കൊല്ലത്തെ പാപം. 2 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം. 3 നിന്റെ മുഖത്ത് മരിച്ചു കിടക്കുമ്പോഴും പുഞ്ചിരി. 4 നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഒന്ന് കൈപൊക്കിക്ക് നിയ്യത്ത് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹ്, ഇതിനകത്ത് പിശുക്കന്മാരുണ്ട് അല്ലേ? ഇതിനകത്തും ഇതിനും മനസ്സില്ലാത്തവരുണ്ട്. ഓനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? അള്ളാഹുബെ പരിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ഒരു 4 വരിയുള്ള സൂറത്ത് ഓതിയ സ്വർഗം. നിങ്ങളെ കാലം എത്രയോ കൊലവമ്പന്മാർ ഇവിടെ വന്ന് വഴുതു പറഞ്ഞിട്ടുണ്ട്. ഉസ്താദെ, അന്ന് എന്നെ കൊണ്ട് പറ്റിച്ചിട്ടില്ല, ഇനിയിപ്പോ നിങ്ങൾ വേണ്ടട അനിയ. അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ സദസ്സിരുന്നുണ്ടെങ്കിൽ നിന്റെ ഈ ചങ്കൂറ്റത്തിന്റെ പ്രതിഫലം കേട്ടോ. ഈ കാണിച്ച ഈ ആണത്തം ഉണ്ടല്ലോ, ആ ആണത്തിന്റെ പ്രതിഫലം എന്തെന്നറിയോ? പൊന്നുമോനെ, നീ ഈ ലോകത്ത് എവിടെ കടന്നു മരിച്ചാലും, ഏത് തങ്ങളല്ല വലിയല്ല, ഏത് പ്രവാചകൻ നിന്റെ മുന്നിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും അത് പറയാനുള്ള യോഗം നിനക്കുണ്ടാകില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒറ്റ പ്രതിഫലമേ ഉള്ളൂ. ഇനി നീ മരിക്കാൻ കിടക്കുമ്പോ ഏത് കുത്തുബുല്ല കിതാബല്ല, ഇനി ഏതെങ്കിലും ഹിദർ നബി അലൈഹി സ്വലാം ജീവിച്ചിരിപ്പുണ്ട്, ആ നബി നിന്റെ അടുക്ക വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അത് പറയാൻ നിന്റെ നാവ് പൊങ്ങില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഇന്നു മുതൽ പഠിച്ചോ. പറയാനുള്ളത് ആ സമയത്ത് ഒരായത്ത് ഖുർആൻ തന്നെ പറയുന്നു. ഹദീസ് ഒന്നും തരേണ്ട, ബുഖാരി മുസ്ലിം ഒന്നും നോക്കണ്ട. ഖുർആൻ പറയുന്നു നിന്റെ അവസാനത്തെ വാക്ക് ഇന്ന് മുതൽ ഓതി പഠിച്ചോ. പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പറയും. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും നന്നാകാൻ മനസ്സില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണി സദസ്സിലുണ്ടെങ്കിൽ ഈ ആയത്ത് പഠിച്ചോ. ചാകുമ്പോ പറയാനുള്ളതാ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് ആരെങ്കിലും വന്ന് നിന്നുകൊണ്ട്, അല്ലാഹുവേ, ഉമ്മ മരിക്കാൻ കിടക്കുകയാണ്, വാപ്പ മരിക്കാൻ കിടക്കുകയാണ്, അടുത്തു വന്ന് നിന്നിട്ട് ആരെങ്കിലും പറയുന്നു, പറവുപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് തിരിച്ചു പറയുന്ന മറുപടി ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ നിനക്ക് നല്ല മരണം കിട്ടും, നിന്റെ 50 കൊല്ലത്തെ പാപം പൊറുക്കും, മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ടാകും, നിനക്ക് സ്വർഗം നിർബന്ധമാണ്. ഈ 4 പ്രതിഫലം പറഞ്ഞിട്ട് പോലും ഉസ്താദേ ഞാൻ ഓതില്ലെന്ന് വാസി കാണിച്ച ഏതെങ്കിലും ഒരു മുസ്ലിം ഈ സദസ്സിലിരുന്നിട്ടുണ്ടെങ്കിലോ, പൊന്നുമോനെ, ആരെങ്കിലും നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ
ഒന്ന് പറയടാ, നിനക്ക് സ്വർഗം കിട്ടുമടാ എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് നീ തിരിച്ചു പറയുന്ന വാക്ക് അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. നിനക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടല്ലോ, നിനക്ക് ഖുർആനിൽ വിശ്വാസമുണ്ടല്ലോ. അല്ലാഹ് പറയുകയാ, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. നിന്റെ മരണമൊഴിയാ പൊന്നുമോര്, നിന്റെ അവസാനത്തെ മരണമൊഴിയാട്. ഞാൻ എങ്ങനാ മരിക്കുന്നതെന്നറിയുവോ? ഞാൻ എങ്ങനാ മരിക്കുന്നതെന്നറിയുവോ? അന്നഹും കാനൂ കാഫിരീൻ. ഞാനൊരു കാഫിറിനെ പോലെയാണ് ചത്തുപോകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, ഉസ്താദന്മാരുണ്ട്, ചോദിച്ചു നോക്കൂ. വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. മരണമൊഴി, ഞാനൊരു കാഫിറായിട്ടാണ് ചത്തുപോകുന്നതെന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരൊറ്റ സൂറത്ത് ഇൻഷാ അല്ലാഹ് ഓതൂല്ലേ. ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. ദുനിയാവിലെ പ്രതിഫലം മരണത്തിന് ശേഷമല്ല, മരണത്തിന് ശേഷമല്ല, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു നിന്നെ ഒരു ദിവസം പോലും ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൂടെ കടന്ന് സുഖിച്ചവള് വിചിന്തിക്കുന്നു, ഇയാളൊന്നും തീരുന്നില്ലല്ലോ അല്ലേ? ഭാര്യ മരണമാക്കി, സ്വന്തം മക്കള് മരണമാക്കി. പള്ളിയിലെ ഉസ്താദന്മാർക്ക് അറിയാം, എന്നിട്ട് പറയും, എന്റെ ഉപ്പ രോഗം പിടിച്ചിട്ട് കിടക്ക, കണ്ടിട്ട് സഹിക്കണില്ല ഉസ്താദെ, ഒന്ന് തീരാൻ ദുആ ചെയ്യൂ. പള്ളിയിലെ ഉസ്താദന്മാരെടുക്കൽ വന്നിട്ട് പറയും, എന്റെ വാപ്പയും ഉമ്മയും രോഗം പിടിച്ചിട്ട് കിടക്കുന്നു, വേദന സഹിക്കുന്നുണ്ട്. ഇയാള് പറയണട്ടോ ഇയാളെ സഹിക്കണെന്ന്. ഈ മോൻ പറയണേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നേന്ന്. എന്റെ വാപ്പ രോഗം പിടിച്ചിട്ട് വേദന സഹിക്കണത് കണ്ടിട്ട് സഹിക്കണില്ല, നോക്കാൻ വയ്യ. വന്നിട്ട് പറയാ, മരണം ഖൈറാണെങ്കിൽ അതിനർത്ഥം എന്തേ? വാപ്പ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഇങ്ങനെ കഴിയണ ചങ്ങായിമാരെ. അല്ലാഹു അലം. രോഗിയാണെങ്കിലും നിനക്ക് വൈകിട്ട് വീട്ടിൽ കയറി ചെല്ലുമ്പോ കാണാൻ ഒരു മനുഷ്യനില്ല. രോഗം പിടിച്ചിട്ട് കിടന്ന് സഹിക്കുകയാണെങ്കിലും നിനക്ക് പറയാനും കാണാനും ഒന്ന് അടുത്തിന്നൊന്ന് സലാം പറയാൻ ഒരു വാപ്പയും ഉമ്മ ഉണ്ടല്ലോ. ഇല്ലാത്തവനെ അതിന്റെ വേദന അറിയൂ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം മക്കള് മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ, സ്വന്തം ഭാര്യ മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ. വാപ്പ അങ്ങനെ കടന്നുപോയ എല്ലാരും നമ്മളെ വെറുക്കും. അങ്ങനെ കടന്ന വലിയ ദുരിതവാ, പക്ഷെ അങ്ങനെ കടന്ന സ്വർഗവാ. നിങ്ങൾ പറയാറുണ്ടല്ലോ, അവനൊക്കെ ചെയ്തു കൂട്ടിയതിന്റെ അനുഭവിക്കണേ. മനുഷ്യൻ ഭാഗ്യവാനാ, നാളെ അള്ളാന്റെ മുന്നിൽ ചെല്ലുമ്പോ അവന് സ്വർഗവാ. നമ്മളൊക്കെ ഇങ്ങനെ നടക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളൊക്കെ മക്കളെയൊക്കെ വളർത്തുന്നത് വെറുതെയാ. ഇവിടെ മക്കളെയൊക്കെ വളർത്തുന്നത് വെറുതെയാ. അള്ളാഹു, ഞാൻ ഈ അടുത്ത് പള്ളിയിൽ പോയി എന്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ, പത്തനാടുത്ത് എന്റെ വാപ്പാടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയപ്പോ ബാക്ക് സൈഡിലെ ഗേറ്റ് അടച്ചിട്ടിരിക്കണം, ഫ്രണ്ടിൽ കൂടെ കയറി പോകുന്ന സമയത്ത് ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഒരു ഉമ്മ ബാഗും പിടിച്ച് പള്ളിയുടെ മുന്നിൽ നിൽക്കണ്. ചെറുപ്പക്കാരിയാ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോൻ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ട് കാണുന്നില്ല, കുറച്ചു നേരമായി. എനിക്ക് അശുദ്ധിയാ, പള്ളിക്കകത്തൂടെ കയറി പോകാൻ പറ്റൂല, ഒന്ന് ഉസ്താദ് വിളിച്ചോണ്ട് വരൂ. ആ പെണ്ണ് വിചാരിച്ചു ഞാൻ പള്ളിയിലെ ഉസ്താദാണ്. അല്ലാഹുവേ, ഞാനിങ്ങനെ ഖബർ സിയാറത്ത് പള്ളിക്കാട്ടിൽ പോയപ്പോ കാണുന്നില്ല. പള്ളിക്കാട്ടിൽ പോയി നോക്കി കാണുന്നില്ല. ഒരു ചെറിയ മുത്താലിമായ പയ്യൻ അങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. എങ്ങനെ പോയി നോക്കുമ്പോ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ചെറിയ മോൻ, 10-11 വയസ്സുണ്ട് ഒരു മോൻ, ഇങ്ങനെ മീസാൻ കല്ല് കെട്ടിപ്പിടിച്ചിട്ട്, അവനെക്കാളും നീളണ്ട കല്ലിന്. ആ കല്ലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടിരുന്ന് കരയാ. അല്ലാഹു, ഞാൻ ഇങ്ങനെ പോയിട്ട് പൊക്കിയെടുത്തവനെ, വലിയ കഷ്ടപ്പെട്ട് പൊക്കിയെടുക്കാൻ. പൊക്കിയെടുത്തപ്പോ പറയാ, എന്റെ ഉപ്പ എന്റെ ഖബറാവസ്ഥ, അത് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. മോൻ ലീവ് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് തിരിച്ചു പോവാ. ഖുർആൻ പഠിക്കുന്ന മോന വീട്ടിൽ വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ വാപ്പയോട് യാത്ര പറയാ. അപ്പാടെ ഖബറിന്റെ ചാരത്ത് മീസാൻ കല്ലി കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞ് ദുആ ചെയ്ത് എഴുന്നേക്കുമ്പോ എന്നോട് പറയണം, ഉസ്താദെ, ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യൂ. ഞാൻ എന്റെ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയതാ. ആ 11 വയസ്സുകാരൻ എന്നോട് പറഞ്ഞു, എന്റെ ഉപ്പാന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അല്ലാഹു അലം. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
മനുഷ്യ, നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ മരിച്ചവരുണ്ടല്ലോ, ഒരു യാസീൻ ഓതാൻ അറിയാവോ നിനക്ക്? കുറ്റപ്പെടുത്തല്ല. ഈ വയല് കഴിഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റ് രാത്രി പള്ളിക്കാട്ടി പോയി നിന്ന് നിന്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് തെറ്റാതെ ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട്? സ്വന്തം ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഖബറിന്റെ ചാരത്ത് പോയി ഒരു യാസീൻ ഓതാൻ അറിയണ എത്ര മക്കളുണ്ട് സഹോദരങ്ങൾ. അല്ലാഹു അഅലം. ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ മക്കളെ? ഇന്ന് രാത്രി എന്റെ മോൻ എന്ന് പറയണ ഉപ്പമാർ ഒരുപാടുണ്ടല്ലോ. വീട്ടിൽ ചെന്നിട്ട് നീ നിന്റെ മോനോട് ചോദിക്കടാ, ഞാൻ ഇന്ന് രാത്രി മരിച്ചാ നാളെ ജുമയ്ക്ക് മുമ്പ് വീടിന്റെ പുറകിൽ ഒരു ടാർപ്പ് വലിച്ചു കെട്ടിയിട്ട് എന്നെ കട്ടിലി എടുത്ത് കടത്തുമല്ലോ കുളിപ്പിക്കാൻ. എടാ നീ കുളിപ്പിക്കോ? സ്വന്തം ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എത്ര മക്കളുണ്ട്? അല്ലാഹു അഅലം. എന്തിനാ ഉപ്പ നീ കഷ്ടപ്പെട്ട് വളർത്തി? നീ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്കെന്താ നേട്ടം? നിന്നെ അവസാനമായിട്ടൊന്ന് കുളിപ്പിക്കാൻ പള്ളി കൊണ്ടുവെക്കുമ്പോ ഇമാമ് കയറി നിന്നിട്ട് ചോദിക്കുക, ആരെങ്കിലും ഉണ്ടോ നിസ്കരിക്കാൻ? മാമ ചോദിക്കും, മാമത്തിക്ക മക്കളൊക്കെ തല കുനിച്ച് എന്നിട്ട് പറയും, നിങ്ങൾ ഇന്നോളെ ഓൻ അറിയില്ല 4 തക്ബീർ പറഞ്ഞിട്ട് അതിനിടെ പറയേണ്ടത് എന്താണ്? അല്ലാഹു അഅലം. എന്താ നേട്ടവാ സഹോദരങ്ങൾ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ മോനെ പോലെ പറയണം, സ്വന്തം മോൻ പറയാണ്ട് കരുത്. നാട്ടുകാരൻ പറയുന്നവനെ വല്ലവന്റെ മകനല്ല, നിന്റെ മോനായിട്ട് ഞാൻ ചോദിക്കാം. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു 11 വയസ്സുകാരൻ വാപ്പയുടെ മീസാങ്കല്ലി കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറയണു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യ് ഉസ്താദ്. 11 വയസ്സല്ലേ വാപ്പ ഉള്ളൂ, നിനക്ക് 50-60 ആയല്ലോ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിയാൽ അറദിൽ ഉംറനെ തൊട്ട് അല്ലാഹു കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തില്ലേ, നിനക്ക് അല്ലാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 നിന്റെ ജനാസ കണ്ടിട്ട് ഇറങ്ങി പോന്നവൻ പറയും, മരിച്ച ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 പാപ്പ ഒരൊറ്റ സൂറത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ സൂറത്ത് അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം നിന്റെ മയ്യത്ത് മക്കൾ ആരെന്നറിയാം? ഇവിടുത്തെ പള്ളിയിലേക്ക് മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് അല്ലാഹുവേ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്നെ കുളിപ്പിച്ചെടുത്ത് പൊതച്ചു വെച്ചിട്ട് എല്ലാരും നിന്റെ വീട്ടിൽ കരയണ സമയത്ത് മയ്യത്ത് കെട്ടിൽ എടുത്തു വെക്കൂലേ? വീട്ടിലേറ്റവും കൂടുതൽ മരിച്ച വീട്ടിലേറ്റവും കൂടുതൽ കരച്ചിൽ കേൾക്കുന്ന ശബ്ദം എന്നറിയോ? അല്ലാഹുവേ മയ്യത്തെടുക്കുന്ന സമയ എല്ലാരും ഇങ്ങനെ വാ പൊട്ടി നെഞ്ചു പൊട്ടിയിട്ട് കരയാ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ, എനിക്ക് ആരും ഇല്ലേ. പെണ്ണ് കരയണ എങ്ങനാ? ഭാര്യ കരയണത് എപ്പോഴും നിങ്ങൾ ചിന്തിക്ക്. ഭാര്യ കരയണ എങ്ങനെയെന്നറിയോ? ഭർത്താവിന്റെ മയ്യത്തെടുക്കുമ്പോ ഭാര്യ കരയണത് എനിക്കിനി ആരെന്നാ, അല്ലാതെ അയാൾക്ക് അങ്ങനെ തിരിച്ചല്ലേ ചോദിക്കണ്ടേ. ഇവക്ക് ഉള്ള വാപ്പയും ഉമ്മയും മക്കളും കൂടെ പുറപ്പല്ലാണ്ട് പള്ളിക്കാട്ടി പോണ ആ മനുഷ്യൻ ആരുണ്ട്? ആരുമില്ല. അതിനെ കുറിച്ചില്ല. എനിക്കിനി ആരുണ്ട്? എന്നെ വിട്ടിട്ട് പോയല്ലോ എന്റെ മക്കൾക്ക് ആരുണ്ട്? അല്ലാഹു അഅലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന മനുഷ്യ നിനക്ക് അല്ലാഹു തരുന്ന 4ാമത്തെ പ്രതിഫലം നിന്റെ ജനാസ മലക്ക് ചുമക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 6 പേര് മയ്യത്ത് കട്ടില് തോളിലെടുത്ത് വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുവരുമല്ലോ. ആപ്പാ മയ്യത്ത് കട്ടിലിന്റെ മുമ്പിൽ 2 മലക്കൾ ഇങ്ങനെ നിൽക്കണം. മയ്യത്ത് കട്ടിലിന്റെ മുന്നിൽ അല്ലാഹുവേ 6 മലക്കുകൾ നിന്റെ ജനാസ തോളിലെടുത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരണം. അല്ലാഹു ആ ഭാഗ്യം തരട്ടെ. അല്ലാഹുവേ ഈ നാട്ടിൽ ഖബർ വിളിക്കണ മനുഷ്യനുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാലോ. ഇവിടെ ഖബർ വിളിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. ചിലപ്പോ ഈ വയലിന്റെ സദസ്സിലുണ്ട്, ഒന്ന് ചോദിക്കുപ്പ. ഈ വയലിന്റെ സദസ്സിലുണ്ടാകുമല്ലോ, ചോദിക്ക്. ആരെയെങ്കിലും ഖബറടക്കാൻ കുഴി വെട്ടിയപ്പോ മണ്ണിന് വല്ല സുഗന്ധം ഉണ്ടായിരുന്നു? അറിയില്ലെങ്കിൽ വയലിന് വന്നിട്ടില്ലെങ്കിൽ നാളെ വീട്ടിൽ പോ. ഈ നാട്ടില് ഖബർ കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയാമെങ്കിൽ നാളെ രാവിലെ സുബഹ് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമല്ലേ ആ മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് കൈ പിടിച്ചിട്ട് ചോദിക്ക്, ആരെയെങ്കിലും ഖബറടക്കാൻ വേണ്ടി കുഴി വെട്ടിയപ്പോ മണ്ണിന് സുഗന്ധം ഉണ്ടായിരുന്നു? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം അവനെ ഖബറടക്കാൻ വേണ്ടി മണ്ണ് കുഴിയെടുക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അങ്ങനെയുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല
30-ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 34-ാമത്തെ വയസ്സിൽ വഫാത്തായി. 4 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. 4 കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോയി. എല്ലാരും കരഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ജനാസ കൊണ്ടുപോകുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, മയ്യത്തിന് ഭാരമില്ലല്ലോ നബിയെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മലക്കുകളാ സഹാബ മയ്യത്ത് ചുമക്കണേ. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, കബർ കുഴിച്ച മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധം. അടിയിലോട്ട് പോകും തോറും സുഗന്ധം കൂടിക്കൊണ്ടിരുന്നു. ആരും കാണാതെ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചിട്ട് വീട്ടിൽ പോയി നോക്കിയപ്പോ കസ്തൂരി ആയിരിക്കാം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു രാത്രി കബർ കുഴിച്ച മനുഷ്യൻ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, എങ്ങനെ കിട്ടിയടാ ഈ പ്രതിഫലം? എങ്ങനെ കിട്ടിയ സഅദേ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയമുള്ള വാപ്പമാരോട്, ഉപ്പ, നിനക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉപ്പ നിന്നെയും പഠിപ്പിച്ചില്ല, പക്ഷെ നിന്റെ മക്കളെങ്കിലും നീ പഠിപ്പിക്കുക. എടാ, മക്കളെയെങ്കിലും, കൊച്ചുമക്കളെയെങ്കിലും ഒരു ഹാഫിദ് വേണ്ട നിന്റെ വീട്ടിൽ. നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഇതുപോലെ മുത്തഅല്ലിമീങ്ങൾ, എനിക്കറിയാം ഇതുപോലെ എത്രയോ കുട്ടികൾ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾ, ചെറിയ ചെറിയ വിദ്യാർത്ഥികൾ. എന്ത് പ്രതിഫലമെന്നറിയോ? ഖുർആൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു പയ്യന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഹാഫിദിന്റെ ശരീരത്ത്, ഒരു ഹാഫിദിന്റെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം. അള്ളാഹുവേ, അവനെ കബറടക്കിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞ് കുഴി വെട്ടി നോക്കിയാലും അതുപോലെ തന്നെ കിടക്കും. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മക്കളെ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരാളെങ്കിലും വേണം നമുക്ക്. എൻ്റെ പ്രിയമുള്ളവരെ കൊണ്ട് വെള്ളിയാഴ്ച രാവ, ഞാൻ നിർത്തുകയാ. വെള്ളിയാഴ്ച രാവ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നീ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ 2 മലക്കുകൾ, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ മരിച്ച വാപ്പയുടെയും ഉമ്മയുടെയും കബറിന്റെ ചാരത്തൊരു മലക്ക് ചെന്നിട്ട് പറഞ്ഞു കൊടുക്കും, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞത് മുതൽ നാളെ ഉച്ചവരെ നീ ചെയ്ത എല്ലാ നല്ല കാര്യവും കബറിൽ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പോയിട്ട് മലക്കുകൾ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ നിന്റെ ഉപ്പ കബറിൽ കിടന്ന് ചിരിച്ച് സന്തോഷിച്ചു കൊണ്ട് പറയും, അല്ലാ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചവനെ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചവനെ. കബറിൽ കിടന്നിട്ട് വാപ്പയും ഉമ്മയും പറഞ്ഞ് സന്തോഷിക്കും, നിനക്ക് വേണ്ടി ദുആ ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ നീ ചെയ്ത പാവം, കള്ളു കുടിച്ചത്, പെണ്ണ് പിടിച്ചത്, ഫോൺ വിളിച്ചത്, സിനിമ കണ്ടത്, സീരിയൽ ഇത് കണ്ടത്, ഇതെല്ലാം നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ പറഞ്ഞു കൊടുക്കുമ്പോ ആ പാവങ്ങള് കബറിൽ കിടന്ന് നെഞ്ചുകുട്ടി കരയും. അല്ലാഹുവേ, ഇങ്ങനെ ഒരുത്തി എന്റെ വയറ്റിൽ പിറന്നു പോയല്ലോ അല്ലാ, ഇങ്ങനെ ഒരുത്തരെയാണല്ലോ അല്ലാ ഞാൻ പോറ്റി വളർത്തിയത്. അല്ലാഹുവേ, പടച്ചവനെ, അവൻ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കള് കബറിൽ കടന്ന് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില മക്കളുണ്ട്, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചതിന് ശേഷം പോലും മാതാപിതാക്കൾക്ക് സമാധാനം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളെ ഉച്ചയ്ക്ക് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറിന്റെ മുന്നിൽ പോയി മലക്കുകൾ, അല്ലാഹുവേ, അവരെ ചിരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ചിരിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഉമ്മയും ഉപ്പയും നാളെ കബറിൽ കടന്ന് ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ, ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ തമ്പുരാനെ, മരിച്ചവരെ കരയിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഈ സദസ്സ് നീ അതിനൊരു സബബാക്കണേ റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.